ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെയും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റെവല്യൂഷണറി മൂവ്മെന്റ്. PYQ ഡിസ്കഷനിലൂടെ നമുക്ക് ഇന്ന് റെവല്യൂഷണറി മൂവ്മെന്റിലെ ടോപ്പിക്കുകൾ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മിത്ര മേള വാസ് എ റെവല്യൂഷണറി ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ ഭൂപേന്ദ്രനാഥ് ബോസ്, കുദിരാം ബോസ്, വിനായക് സവർക്കർ, ശിശിർ കുമാർ ബോസ്. ആൻസർ വിനായക് സവർക്കർ ആണ്. ഇന്ത്യയിൽ തന്നെ ഫോം ചെയ്യപ്പെട്ട ആദ്യത്തെ റെവല്യൂഷണറി ഓർഗനൈസേഷനാണ് മിത്രമേള. 1899 വീരി സവർക്കറും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഗണേഷ് സവർക്കറും ചേർന്നിട്ടാണ് മിത്രമേള ഫോം ചെയ്യുന്നത്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലെ പുനെയിലാണ് മിത്രമേള ഫോം ചെയ്തത്. സോ യു ഹാവ് ടു റിമെമ്പർ ദ ഫാക്ട്സ്. വിനായക് സവർക്കർ ആൻഡ് ഹിസ് ബ്രദർ ഗണേഷ് സവർക്കർ ഫൗണ്ടഡ് മിത്രമേള in 1899 at Nasik. അപ്പോൾ പ്ലേസ് ഓർക്കുക നാസിക്, ദെൻ ഇയർ ഓർക്കുക 1899. സോ ഫസ്റ്റ് റെവല്യൂഷണറി ഓർഗനൈസേഷൻ ഇന്ത്യ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് നവജവാൻ ഭാരത് സഭ? ചന്ദ്രശേഖർ ആസാദ്, അജിത് സിംഗ്, ലാല ലജ്പത് റായ്, ഭഗത് സിംഗ്. സോ ആൻസർ ഭഗത് സിംഗ് ആണ്. 1926 ലാഹോറിലാണ് നവജവാൻ ഭാരത് സഭ ഫോം ചെയ്യുന്നത്. 1926 at Lahore. So you have to remember the year and you have to remember the place as well. Okay, next question. On 8th April 1929, who among the following two revolutionaries threw a bomb in the Central Legislative Assembly? ഓക്കെ, എന്തായാലും 1929 ബോംബ് എയർ കേസ് എന്ന് പറയുമ്പോൾ തന്നെ ഭഗത് സിംഗ് ഉണ്ടെന്ന് ഉറപ്പാണ്. ക്വസ്റ്റ്യൻസ് നോക്കുക. ദാഗ് സിംഗ് ഇഷ്യൂ. സോ യു ക്യാൻ സീ ദ ഓപ്ഷൻസ്. ഭഗത് സിംഗ് ആൻഡ് രാജ്ഗുരു, ഭഗത് സിംഗ് ആൻഡ് രാംപ്രസാദ് ബിസ്മിൽ, ഭഗത് സിംഗ് ആൻഡ് ബാത്തുകേശ്വർ ദത്ത്, ഭഗത് സിംഗ് ആൻഡ് സുഖ്ദേവ്. ആൻസർ ഭഗത് സിംഗ് ആൻഡ് ബാത്തുകേശ്വർ ദത്ത്. ഓക്കെ, BK ദത്ത് മറക്കാതിരിക്കുക. 1929 ബോംബ് എറിയൽ കേസ് അല്ലെ ബോംബ് ത്രൂ ചെയ്തത് നമുക്ക് ഭഗത് സിംഗ് ആൻഡ് BK ദത്താണ്. ഓക്കെ, എന്തിനു വേണ്ടി അവർ ബോംബ് എറിഞ്ഞത്? ജോസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ടു ആക്ട്സ്. ദാറ്റ്സ് വെയർ ദ പബ്ലിക് സേഫ്റ്റി ബിൽ ആൻഡ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ബിൽ, രണ്ട് ബില്ല് അവതരിപ്പിച്ചിരുന്നു. ആ ബില്ലിനെതിരായിട്ടാണ് അവർ ബോംബ് എറിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where was the Hindustan Socialist Republican Association HSRA was founded in 1928? ആക്ച്വലി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി HRAയുടെ ഒരു മോഡേൺ ഫോം ആയിരുന്നു ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് തുടങ്ങിയ ആൾക്കാരാണ് HSRA ഫോം ചെയ്തത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് അറ്റ് ഫിറോസ് ഷാ കോട്ട്ല ഇൻ ഡൽഹി. ഓക്കെ, മറക്കാതിരിക്കുക. HSRA വാസ് ഫൗണ്ടഡ് അറ്റ് ഫിറോസ് ഷാ കോട്ട്ല ഇൻ Delhi by famous revolutionaries Chandrasekhar Azad and Bhagat Singh. Next question. Who is regarded as the mother of Indian Revolution? Mother of Indian Revolution. Annie Besant, Usha Mehta, മാഡം കാമ, കസ്തൂർബ ഗാന്ധി. ആനി ബസന്റ് നമുക്കറിയാം ഇന്ത്യയിലെ ഹോം റൂൾ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത് ആനി ബസന്റ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആനി ബസന്റ് ആണ്. ഉഷ മേത്ത വാസ് അസോസിയേറ്റഡ് വിത്ത് അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷൻസ് ഡ്യൂറിംഗ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കാലത്ത് അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്റ്റേഷനുമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഉഷ മേത്ത. മാഡം കാമ വാസ് എ റെവല്യൂഷണറി ആക്ടിവിസ്റ്റ്. സോ മാഡം കാമ ഇസ് നോൺ ആസ് ദ മദർ ഓഫ് ഇന്ത്യൻ റെവല്യൂഷണറീസ്. കസ്തൂർബ ഗാന്ധി നമുക്കറിയാം. നെക്സ്റ്റ്, മാഡം കാമയുടെ ഓർഗനൈസേഷൻ ഓർത്തു വെക്കുക. മാഡം ബിക്കാജി കാമ വാസ് അസോസിയേറ്റഡ് വിത്ത് പാരീസ് ഇന്ത്യൻ സൊസൈറ്റി, ദെൻ ഫ്രീ ഇന്ത്യ സൊസൈറ്റി ആൻഡ് പാഴ്സി ഇന്ത്യൻ സൊസൈറ്റി. ഷീ ഈസ് നോൺ ഫോർ റേസിംഗ് ദ ഫ്ലാഗ് ഓഫ് ഇൻഡിപെൻഡൻസ് അറ്റ് ദ ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസ് ഇൻ സ്റ്റട്ട്ഗർട്ട് ഇൻ ജർമ്മനി ഇൻ 1907. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. 1907 ജർമ്മനിയിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഉയർത്തിയ വ്യക്തി ആരാണ്? മാഡം ബിക്കാജി കാമ എന്ന കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following reformers initially set up a school for girls at Calcutta? Okay, നാരായൺ ഗുരു, മഹാത്മാ ഫൂലെ, സ്വാമി ദയാനന്ദ സരസ്വതി, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, നമുക്കറിയാം നാരായൺ ഗുരു വാസ് എ സോഷ്യൽ റിഫോമർ ഫ്രം കേരള. മഹാത്മാ ഫൂലെ ഓർ മഹാത്മാ ഫൂലെ, ദാറ്റ് ഈസ് ജ്യോതിറാവ് ഫൂലെ, വാസ് എ സോഷ്യൽ റിഫോമർ ഫ്രം മഹാരാഷ്ട്ര. സ്വാമി ദയാനന്ദ സരസ്വതി was associated with Hindu social reforms. He was a social reformer and a Hindu religious reformer from Maharashtra. Then സ്വാമി ദയാനന്ദ സരസ്വതി ഗുജറാത്തിലാണ് ജനിച്ചത്. മഹാരാഷ്ട്രയായിരുന്നു, ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ ആര്യ സമാജ് ഫോം ചെയ്യുന്നത്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. സോ ആൻസർ ഈസ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ദ സോഷ്യൽ റിഫോമർ ഫ്രം കൽക്കത്ത. അപ്പോൾ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് ഒരു സ്കൂൾ ഫോർ ഗേൾസ് ആദ്യമായി സെറ്റപ്പ് ചെയ്തത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മറക്കാതിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who founded the All India Forward Bloc Party?
ഓക്കെ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി ഫൗണ്ട് ചെയ്തതാരാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, റാഷ് ബിഹാരി ബോസ്, സുഭാഷ് ചന്ദ്രബോസ്. ചന്ദ്രശേഖർ ആസാദിനെയും ഭഗത് സിംഗിനെയും നമുക്കറിയാം. ദേ വെർ അസോസിയേറ്റഡ് വിത്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HSRAയുടെ ഫൗണ്ടേഴ്സ് ആണ് ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും. റവല്യൂഷണറി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു. റാഷ് ബിഹാരി ബോസ് ആരാണ്? റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ, അതായത് ഇന്ത്യക്ക് വെളിയിൽ, എസ്പെഷ്യലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി പ്രവർത്തിച്ച വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഫൗണ്ടഡ് ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക് or All India Forward Bloc in 1939. Indian National Congress in 1939 സുഭാഷ് ചന്ദ്രബോസ് റിസൈൻ ചെയ്യുന്നു. ആഫ്റ്റർ ഹിസ് റിസൈനേഷൻ ഫ്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹി ഫോംഡ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ ഈ പറഞ്ഞ റാഷ് ബിഹാരി ബോസിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ഫൗണ്ടഡ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ആക്ച്വലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്തായിരുന്നു? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഉള്ള ഇന്ത്യക്കാരെ ചേർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ദാറ്റ് sought to unite Indian people living outside India to fight against British colonial rule. Okay, next question. Consider the following statements about Abhinav Bharat Society. ഓക്കെ, അഭിനവ് ഭാരത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിലെ റവല്യൂഷണറി ഓർഗനൈസേഷൻ ആയിരുന്നു അഭിനവ് ഭാരത്. വി ഡി സവർക്കറും അദ്ദേഹത്തിൻ്റെ ബ്രദറായ ഗണേഷ് സവർക്കറും ഫോം ചെയ്ത മിത്രമേള പിന്നീട് അഭിനവ് ഭാരത് എന്ന പേരിലേക്ക് മാറ്റുവാണ്. സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ സൊസൈറ്റി വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് സോഷ്യലിസ്റ്റ് ബിലീവ്ഡ് ഇൻ ആംഡ് റവല്യൂഷൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ ജയപ്രകാശ് നാരായൺ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, മിത്രമേള എ റവല്യൂഷണറി സീക്രട്ട് സൊസൈറ്റി വാസ് റീനെയിംഡ് അഭിനവ് ഭാരത് ഇൻ 1904. ആക്ച്വലി ദ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ ജയപ്രകാശ് നാരായൺ ആണോ? അല്ല, ഇറ്റ് വാസ് founded by V.D. Savarkar and Ganesh Savarkar. So answer option 2 is a wrong statement. 1 and 3 are correct statements. So 1 and 3 were not optional, option D. So option D വരുന്ന 1 and 3 വരുന്ന ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. മറക്കാതിരിക്കുക. മിത്രമേള വാസ് ദ ഫസ്റ്റ് റവല്യൂഷണറി ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് വാസ് റീനെയിംഡ് ആസ് അഭിനവ് ഭാരത് സൊസൈറ്റി. മറക്കാതിരിക്കുക, അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയുന്നതും മിത്രമേളയും ഫോം ചെയ്തത് വി ഡി സവർക്കർ ആൻഡ് ഗണേഷ് സവർക്കർ ആണ്. പൂനെയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ സെഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു among the following freedom fighter lawyers from Bengal is known as ദേശബന്ധു? ദേശബന്ധു എന്നറിയപ്പെടുന്ന നാഷണൽ ലീഡർ ആരാണ്? CR ദാസ്, ദുർഗാറാം മോഹൻദാസ്, ബിപിൻ ചന്ദ്രപാൽ, സതീഷ് രഞ്ജൻ ദാസ്. CR ദാസ് എന്നറിയപ്പെടുന്നത്, CR ദാസ് ആണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. CR ദാസ് നമുക്കറിയാം കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി ഓർ സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നു CR ദാസ്. ഓക്കെ, മറക്കാതിരിക്കുക. സ്വരാജ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് CR ദാസും അതേപോലെ മോട്ടിലാൽ നെഹ്റുവും പ്രവർത്തിച്ചിരുന്നു. CR ദാസ് ആയിരുന്നു ഫൗണ്ടർ. അതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് CR ദാസ് ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി, സ്വരാജ് പാർട്ടിയുടെ ഫസ്റ്റ് സെക്രട്ടറി മോട്ടിലാൽ നെഹ്റുവുമായിരുന്നു. സോ CR ദാസ് വാസ് പോപ്പുലർലി നോൺ ആസ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്